Good morning, students. നമുക്ക് equations solve by direct integration method problem ചെയ്തു നോക്കാം. Problem ഇതാണ്. Solve dou square z by dou x into dou y is equal to cos ax plus by. നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വി റൈറ്റ് dou by dou x of dou z by dou y is equal to cos ax plus by. Then first we integrate with respect to x. Then we get left hand side will become dou z by dou y. Left hand side dou z by dou y എന്ന് കിട്ടും. Right hand side integrate ചെയ്യുമ്പോൾ എന്ത് കിട്ടും? cos ax plus by നെ integrate ചെയ്യുമ്പോൾ sin ax plus by divided by a. x ന്റെ കോഎഫിഷ്യന്റ് a നമ്മൾ താഴെ എഴുതുന്നു sin ax plus by by a plus നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സോൾവ് ബൈ ഡയറക്റ്റ് ഇന്റഗ്രേഷനിൽ x വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ആണ് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് ചേർക്കേണ്ടത്. കോൺസ്റ്റന്റ് ആയിട്ട് ചേർക്കേണ്ടത് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് ചേർക്കേണ്ടത് f of y, ആർബിട്രറി ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതർ വേരിയബിൾ y, ഇൻഡിപെൻഡന്റ് വേരിയബിൾ y നെ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് ചേർത്ത് f of y കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു y. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടാം? z. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടാം? sin ax plus by by a. അതായത് നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by a into minus cos ax plus by divided by b. y യുടെ കോഎഫിഷ്യന്റ് b താഴെ എഴുതുന്നു. then plus f നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഇന്റഗ്രൽ f of y dy. നമുക്ക് f y എന്നാൽ എന്താണെന്ന് അറിയില്ല. f of y എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇന്റഗ്രൽ f of y dy പ്ലസ് നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് x ആണ്. x ന്റെ ചേർത്ത് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നു g of x. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? മൈനസ് ab cos ax plus by പ്ലസ് ഇത് നമുക്ക് വേണമെങ്കിൽ u of y എന്ന് എഴുതാം പ്ലസ് g of x. ഇതാണ് നമുക്ക് അതിന്റെ ആൻസർ. u of y എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എടുക്കുന്നത്? ഇന്റഗ്രൽ f of y dy. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ z is equal to എന്താണ്? മൈനസ് 1 by ab cos ax plus by uy plus g of x. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ.